ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നും രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ പാടെ ചോറ് ഊറ്റിപ്പൊരിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇന്ന് വിഴുക്കാണ്, ക്യാരറ്റ് വിഴുക്കാണ്. തിങ്കളിന് മാത്രം മതി കേട്ടോ. അല്ല, അതിനോട് കത്തിരിക്കയൊക്കെ ഉള്ളൂ. അപ്പോൾ തിങ്കളിന് കത്തിരിക്ക വലിയ താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. ക്യാരറ്റ് വലിയ താല്പര്യമില്ല, എന്നാലും ക്യാരറ്റ് വെച്ചു. പിന്നെ ഇന്നലെ അരിയാട്ടാനിട്ടില്ല കേട്ടോ. എന്നും മടുപ്പല്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു മടക്ക് ദോശയല്ല, ബോളി. ഇവിടെ ബോളി എന്നാണ് പറയുന്നത്, വേണമെങ്കിൽ അതിനെ മടക്ക് ദോശയെന്നും പറയാം. ഈ ഗോതമ്പ് മാവ് ഒഴിച്ചിട്ട് ഗോതമ്പ് ദോശ ചുടുന്നാണൊക്കെ ചുട്ടിട്ട് അതിൽ നമ്മൾ ഈ പഴവും തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് തുറുകൊണ്ടാക്കി വയ്ക്കും. സത്യം പറഞ്ഞാൽ ഇതൊരു 4 മണി പലഹാരമാണ്. പിന്നെ ഇത് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അമ്മ കാപ്പിയായിട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം അമ്മ ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പം തിങ്കളിൽ ഇന്നത്തെ രാവിലത്തെ കാപ്പി ഇതാണ്. പിന്നെ ഇന്നലെ തന്നെ മീൻ പൊരിക്കാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മീനും പൊരിച്ചെടുത്തു. 4 ഉണ്ടാക്കിയിട്ടോ ഈ മടക്ക് ദോശ ബോളി. 2 എനിക്ക്, 2 തിങ്കളിന്. പിന്നെ ചേട്ടനായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ അച്ചാർ ഇന്നലെ ആശാ വർക്കർ ആൻറ്റി ഇല്ലേ, അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അവരെന്ന് വാങ്ങിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനും തിങ്കളും അച്ചാറിൻ്റെ ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഞാനും തിങ്കളും തന്നെ അതിൻ്റെ പകുതിയാക്കി. തിങ്കളിന്ന് ചോറിൻ്റെ കൂടെ ക്യാരറ്റ് വിഴുക്ക്, മീൻ പൊരിച്ചത്, അച്ചാർ. പിന്നെ ഇന്ന് ചമ്മന്തി അരയ്ക്കുക. അതുകൊണ്ട് ഇന്നലത്തെ ബാക്കി കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ സ്നാക്സായിട്ട് മിച്ചറാണ്, കാപ്പിയായിട്ട് ബോളി. എന്നും ഇപ്പോൾ ബസ് വന്ന് വീട്ടിന് മുമ്പ് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ചെടി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു.